ബാംഗ്ലൂർ സിറ്റിൻ്റെ നല്ല ഹൃദയഭാഗത്താണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് എന്തായാലും വന്നതല്ലേ എന്ന് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടോ. നല്ല റേറ്റാണ്, എന്നാലും കുറച്ചൊക്കെ വാങ്ങിച്ചു. ഇങ്ങനെ പറയാം, നീ എപ്പോഴും ഇങ്ങനെ തെണ്ടി നടന്നോ, എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തോ, നിനക്ക് വേറെ പണിയൊന്നും എന്താ അത്ര നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സൈഡിലൊക്കെ ബാഗൊക്കെ വെച്ച് ഞാൻ അതുമ്പോൾ ഇരുന്ന സംഭവം, അല്ലെങ്കിൽ അവൻ്റെ ഒരുപാട് രാത്രികൾ ഉറക്കമില്ലായ്മയാണ് അവൻ്റെ സക്സസ്ഫുൾ ഒരിക്കലും നമ്മൾ പറയില്ല. ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പം ഇന്നലെ നമ്മൾ ബാംഗ്ലൂരിലെത്തി, നമ്മൾ റൂമൊക്കെ എടുത്തിരുന്നു. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് പറയാം. നമ്മൾ സ്ഥലം മാറി കിടന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ കുളിച്ച് ഫ്രഷായി നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കറങ്ങി കാണണം. അത്രയ്ക്കാണ് കേട്ടോ ഉദ്ദേശം. കറങ്ങി കാണാൻ വല്ലാതെ പറ്റുന്നൊന്നും തോന്നുന്നില്ല, കാരണം ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും രാത്രി ബ്ലോക്കും പഞ്ചായത്തൊന്നും ഇല്ലല്ലോ, നമുക്ക് രാത്രി ഇറങ്ങാമെന്ന് വെച്ചാൽ രാത്രി ഇന്നലെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഫുള്ള് ബ്ലോക്കായിരുന്നു. എന്നാലും നമുക്ക് ആ ബ്ലോക്കിൽ കൂടെ ഒന്ന് കറങ്ങി വരാം, എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ റൂം എടുത്തിട്ടുള്ളത് നല്ല ബാംഗ്ലൂർ സിറ്റിൻ്റെ നല്ല ഹൃദയഭാഗത്താണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡിഫറൻസ് ആണ്. വലിയ വലിയ സിറ്റിയിലേക്കൊക്കെ പോകാൻ അത് വലിയൊരു സൗകര്യമായിട്ട് തോന്നിയിട്ടോ ഇവിടെ തന്നെ റൂം എടുത്ത കാരണം. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു പ്രശ്നമാണ്, നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മളെ ഫുഡ് ശരിയാവില്ല എന്നുള്ളത് കേട്ടോ. പക്ഷേ ആ ഒരു ടെൻഷൻ ഇവിടെ വന്നപ്പോൾ പറ്റേ മാറിപ്പോയിട്ടോ. ഇന്നലെ നമ്മൾ കഴിച്ച ഫുഡും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഷീന് പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അവിടെ പോകാം, അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫുഡൊക്കെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് മിസ് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നു. അത്ര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നല്ല റേറ്റും ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല നല്ല റേറ്റും ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്കിനി ഒന്ന് കറങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വർഷങ്ങളായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് പർച്ചേസ് ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്നുണ്ട് പർച്ചേസ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതുവരെല്ലാം വന്നത് ഞാൻ ട്രെയിനിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ വരണമെന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിൻ്റെ ഇടയിൽ കുറേ ഫാൻസികളുണ്ട് കേട്ടോ. നമ്മൾ ലേഡീസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കാണുമല്ലോ, കാരണം നമ്മളത് നോക്കി കണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഫാൻസി കയറി കുറേ മാല വള അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ വാങ്ങിച്ചു. പക്ഷേ മുടിഞ്ഞ വിലയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ബാംഗ്ലൂരല്ലേ ചെറിയ വിലയൊക്കെ നമുക്ക് കിട്ടുന്നൊക്കെ വിചാരിക്കും, ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. എന്നാൽ ഞാൻ ഊട്ടിയിൽ പോകുമ്പോൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് റിങ്സൊക്കെ ഊട്ടിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, നല്ല റേറ്റ് കുറവ് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പോണവരെ അതാണ് യൂസ് ആക്കാറുള്ളത്. അങ്ങനെ ഇവിടുന്ന് എന്തായാലും വന്നതല്ലേ എന്ന് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടോ. നല്ല റേറ്റാണ്, എന്നാലും കുറച്ചൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. മഴ കൊണ്ട് പോകാൻ വയ്യാത്ത കാരണം മഴനെയും വെയിറ്റ് ചെയ്ത് കുറേ സമയം അവിടെ മഴയും വെയിറ്റ് ചെയ്ത് തന്നു കേട്ടോ. മഴയെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മഴയ്ക്ക് യാതൊരു മൈൻഡും ഇല്ല, മഴ കുറയണേയില്ല. അപ്പോൾ ലാസ്റ്റ് മഴ കൊണ്ട് വണ്ടിയിലേക്ക് തന്നെ കയറി ഓടി ആകെ നനഞ്ഞ് കുതിർന്ന് തലയൊക്കെ തോർത്തിയിട്ടാട്ടോ പിന്നെ വണ്ടിയിൽ കയറിയത്. ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞ് അങ്ങനെ വീണ്ടും യാത്രയായി. അങ്ങനെ ഈ ഒരു കറക്കത്തിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങളെക്കുറിച്ച് പറയാവേ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറയും, നീ എപ്പോഴും ഇങ്ങനെ തെണ്ടി നടന്നോ, എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നിനക്കൊക്കെ അത് പറ്റും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരുപാട് പേരുണ്ടോ. പക്ഷെ നമ്മൾ ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ ലൈഫിൽ അതിൽ പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാനും നമുക്ക് പറ്റും കേട്ടോ. കാരണം ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഒരു യാത്രയാണ് എൻ്റെ ലൈഫ് എന്നെ മാറ്റിമറിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ പറയാവേ. എൻ്റെ ഓരോ യാത്രകളും എനിക്ക് ഒരുപാട് അനുഗ്രഹമാണ് തോന്നിയിട്ടുണ്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ ഒരു യാത്രയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവിലേക്ക് ഞാൻ വന്നത്. കാരണം ഞാനും എല്ലാവരും പോലെ നമ്മൾ വീട്ടിലിരിക്കും, നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ലല്ലോ എന്ന് വെച്ചിട്ടിരിക്കും. ആരോടും പറയാനും വയ്യ, ആരോടും ചോദിക്കാനും വയ്യ. അങ്ങനെ ചോദിക്കും പറയും, പക്ഷേ നമ്മളെ ഇമേജ് പോവില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും അല്ലാന്ന് എൻ്റെ ലൈഫ് പഠിപ്പിച്ചത് മറ്റുള്ളവരെ നോക്കി കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെല്ലാം ജോലി സാധ്യതകൾ നമ്മളെ ലോകത്ത് കാണാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ യാത്രകളിലൂടെയാണ് മനസ്സിലാക്കിയതെന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാവേ. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ എവിടുന്നാണ് പർച്ചേസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാട്ടോ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മോഡൽ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഷോപ്പിൽ ആ മോഡൽ കിട്ടില്ല, വേറെ ഷോപ്പിൽ പോകേണ്ടി വരും, അതല്ലെങ്കിൽ ആ റേറ്റിന് കിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മൾ കുറേ സമയം ഇവിടെ കറങ്ങിയാണ് കേട്ടോ പോകാറുള്ളത്. അങ്ങനെ ബോംബെ നിന്നൊക്കെ ചെയ്യുന്ന പർച്ചേസും ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ പർച്ചേസും റിസ്ക് ആകാൻ ഒരുപാട് നടക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ റേറ്റ് കുറവിലൊന്നും അല്ല ഇതൊന്നും കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കണം കേട്ടോ. എന്നാലും ചിലവരൊക്കെ നമ്മളെ ഷോപ്പിൽ നിന്നാൽ ചിലവരൊക്കെ പറയും നിങ്ങൾക്ക് ചെറിയ റേറ്റ് കിട്ടിയതല്ലേ, നിങ്ങൾക്ക് ആ റേറ്റിന് തന്നൂടെ, നമുക്ക് വാങ്ങിയതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ചിലവരുണ്ട് കേട്ടോ. അതുപോലെ ചിലവരൊക്കെ പറഞ്ഞു
നിങ്ങൾക്ക് നല്ല സെയിലുണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ കുറച്ചൊന്നും എന്താ അത്ര നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സെയിൽ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് ഉണ്ടാക്കണതല്ലേ, അല്ല നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് നമുക്ക് സെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ റിസ്ക്, നമുക്ക് നല്ല റിസ്ക് അതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നൊന്ന് പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ ആ റേറ്റിൽ കൊടുക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ റിസ്ക് എത്രത്തോളാണോ, നമുക്ക് വെറുതെ കിട്ടുന്നതാണോ, അതിൽ നമുക്ക് ഒരുപാട് സെയിലുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് തന്നൂടെ. മാക്സിമം നമ്മൾ കുറച്ചാണൊക്കെ കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ നല്ല മെറ്റീരിയൽ നോക്കിയിട്ടാട്ടോ വാങ്ങിക്കാറുള്ളത്. കാരണം ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലല്ല, നല്ല മെറ്റീരിയലാണ് നമ്മളെപ്പോഴും ചോദിച്ചു വാങ്ങാറുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഷോപ്പ് നാളെ അവിടെ തന്നെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല മെറ്റീരിയലേ നമ്മൾ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ വരുമ്പോൾ നമ്മൾ ട്രെയിനൊക്കെ വന്നിട്ടാകുമ്പോൾ നമ്മളതിൽ വണ്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ലഗേജ് ഒന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ നമ്മളൊക്കെ മനസ്സിൽ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ബോംബെ അതുപോലെ ബാംഗ്ലൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ മൈൻഡിൽ ആദ്യം വരെ ഒരു അധോലോകമായിട്ടാണ്. അപ്പോൾ ഇവിടെ റൂമൊക്കെ എടുക്കാൻ പേടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് എവിടെയും വെക്കാനും ഉണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ വല്ലാതെ ക്ഷീണിച്ച് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അത് സൈഡിലൊക്കെ ഈ ബാഗൊക്കെ വെച്ച് ഞാൻ അതുമ്പോൾ ഇരുന്ന സംഭവം എനിക്കിവിടെ അങ്ങനെ ഇതേനങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. ഇപ്പം നമ്മൾ വണ്ടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ലഗേജൊക്കെ നമ്മൾ ഇത്രത്തോളം പർച്ചേസ് ചെയ്തൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണെങ്കിലും യാത്രകൾ എപ്പോഴും നമുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല എൻജോയ് ചെയ്യാണ്. നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും സാരമില്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് സമാധാനിക്കാമല്ലേ. എന്നാലും ഒരു യാത്രയും വെറുതെ കളയാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയും 2-3 ബിസിനസ് സാധ്യതകളെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജോലി മാത്രം ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയിൽ നമുക്ക് പറ്റുന്ന പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇതും 2-3 കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് തട്ടിമുട്ടി നമ്മളെ ലൈഫ് കൊണ്ടുപോകാം. പൊതുവേ നമ്മളെന്താ പറയുക, കാശുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, മരിച്ചു പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ എന്ന് വെച്ച് നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ കാശ് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ സമയമായാലും കറങ്ങി തിരിഞ്ഞ് തെണ്ടി നടക്കണം. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവർ തന്നെ നമുക്കിവിടെ നമ്മളിതിൻ്റെ റിവ്യൂ പറയൊന്നും അല്ല കേട്ടോ. കാരണം നമ്മളിവിടെ കാശ് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കണതൊക്കെ, റിവ്യൂ പറയാൻ വന്നതൊന്നുമല്ല. അപ്പോൾ എന്നാലും കണ്ടപ്പോൾ നമ്മളെല്ലാവരും ബാംഗ്ലൂരൊക്കെ പോകുന്ന ആൾക്കാരാണ്. നമ്മളെ മക്കളൊക്കെ ബാംഗ്ലൂർ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇവർക്ക് PG സൗകര്യമൊക്കെ ലഭ്യമാണ് കേട്ടോ. അതിലൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് നല്ല അടിപൊളിയാണ്. നല്ല എന്താ പറയുക, അപ്പോൾ നമുക്ക് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കി തരും. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഇറങ്ങി അങ്ങനെ നമ്മളിത് ആ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിൽ രക്ഷപ്പെട്ട ആളുകളെ നോക്കി ചിലരൊക്കെ പറയുന്ന ഒരു ഡയലോഗാണല്ലേ, അവർക്ക് ഭയങ്കര ഭാഗ്യമാണ്, അതല്ലേ അവർക്ക് ഭയങ്കര ബുദ്ധിയാണ് അങ്ങനെ പറയുമല്ലേ. എന്നാലും അവൻ്റെ അധ്വാനമാണ്, അവൻ്റെ ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരുപാട് രാത്രികൾ ഉറക്കമില്ലായ്മയാണ് അവൻ്റെ സക്സസ്ഫുൾ ഒരിക്കലും നമ്മൾ പറയില്ല. ഞാനിടുന്ന വീഡിയോക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് ഞാനിട്ടൊരു വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, ഇത്രയ്ക്ക് വയസ്സായിട്ടും എന്താ ഒരു പോസിറ്റീവ് എനർജി. ലൈഫിൽ രക്ഷപ്പെട്ടവനെ നോക്കി അവൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്ന പോലെയാണ് വയസ്സിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. കാരണം നമ്മൾക്കൊരിക്കലും വയസ്സ് വളരെ കുറവാണ്, എന്നാൽ നമ്മളെ മനസ്സ് മുരടിച്ചതാണെങ്കിൽ വയസ്സ് എത്ര ആയിട്ട് എന്താ കാര്യമുള്ളത്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു യാത്രയെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമായിരിക്കും. അപ്പോൾ നിങ്ങളിത് കാണാൻ ശ്രമിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.